രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ഇപ്പോൾ ടെലിഫോണിൽ. ശ്രീ രാഹുൽ ഈശ്വർ, പുതിയൊരു നിർദ്ദേശം വരികയാണ്. അത് ഈ മേൽവസ്ത്രം, പുരുഷന്മാർ മേൽവസ്ത്രം ധരിച്ച് ക്ഷേത്രങ്ങളിൽ കയറുന്നതിനെ അത് അനുവദിക്കാമോ എന്നതാണ് ചർച്ചാ വിഷയമായിരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം നേരത്തെ സംസാരിച്ചപ്പോൾ വിശദമാക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ നിർദ്ദേശത്തെ ഗൗരവമായി എടുക്കുന്നു. അക്കാര്യത്തിലൊരു ചർച്ചയുണ്ടാകും. എല്ലാവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷം എന്ത് തീരുമാനമെടുക്കാനാകുമെന്നതാണ് ആലോചിക്കുന്നത് എന്നതാണ്. താങ്കൾക്ക് ഈ വിഷയത്തിൽ, ഈ നിർദ്ദേശത്തിൽ എന്ത് നിലപാടാണുള്ളത്? ഗുരുവായ ശ്രീ നാരായണ ഗുരുദേവന്റെ സന്യാസി പരമ്പരയിൽ വരുന്ന സച്ചിദാനന്ദ സ്വാമിയുടെ ഒരു കാര്യം പറയുമ്പോൾ അതീവ ഗൗരവതരമായി നമ്മളത് എടുക്കണം. വളരെ ബഹുമാനത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യണം. അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഓരോ അമ്പലങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾക്ക് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഓരോ പ്രതിഷ്ഠാ സങ്കല്പങ്ങളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ ക്ഷേത്രം കമ്മിറ്റിയൊക്കെ തീരുമാനിക്കണം. ഇപ്പോൾ ഉദാഹരണം ശബരിമലയെ വരുമ്പോൾ പല ആൾക്കാരും ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ വരാറുണ്ട്. ഷർട്ട് ഇട്ടുകൊണ്ട് വരികയും തൊഴുകയും ഒക്കെ നമ്മൾ ചെയ്യുന്ന ടി വിയിലൊക്കെ പലപ്പോഴും ഒരുപാട് പേര് ശ്രദ്ധിച്ചു കാണും. എന്നാൽ ഗുരുവായൂർ അങ്ങനെയല്ല, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അങ്ങനെയല്ല. അപ്പോൾ ഓരോ അമ്പലത്തിനും ഓരോ രീതികളാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. പൊതുവെ ചരിത്രത്തിൽ ചില ആൾക്കാർക്കെങ്കിലുള്ള വിശ്വാസം നമ്മുടെ ചക്രങ്ങൾ പ്രകാരം നെഞ്ചിലേക്ക് ഊർജം ആവാഹിക്കുന്നു എന്നൊക്കെ ചില വിശ്വാസങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് നമ്മുടെ ആചാര്യന്മാർ നമ്മളെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ ഓരോ അമ്പലത്തിലും ഓരോ ആചാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ യോഗക്ഷേമ സഭ, തന്ത്രി സമാജം, ആ അമ്പലത്തിലെ തന്ത്രി, അവരുടെയും കൂടി അഭിപ്രായം എടുത്തിട്ട് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ. കാര്യം ഇത് ആചാരപരമായൊരു കാര്യം കൂടെയാണ്. അമ്പലത്തിലെ വസ്ത്രധാരണം ആചാരത്തിന്റെ ഭാഗം കൂടിയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചൂരിദാറിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറാമോ എന്നൊരു തർക്കം വന്നിരുന്നു. അന്ന് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹത്തിന്റെ അധികാരം ഉറപ്പിക്കാനായി ചൂരിദാർ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഞങ്ങളെല്ലാം അതിനെ വിയോജിക്കുകയും അവസാനം കോടതി അടക്കം ഞങ്ങളുടെ നിലപാടിനോടാണ് യോജിക്കുകയും മറ്റും ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതാത് അമ്പലങ്ങൾ, അവിടുത്തെ തന്ത്രി മുഖ്യർ, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഇതുമെല്ലാമായി കൂടി ബന്ധപ്പെട്ടായിരിക്കണം ഈ ചർച്ചകൾ ഉണ്ടാകുന്നത്. സച്ചിദാനന്ദ സ്വാമികളെ പോലെ ഒരു വലിയ സന്യാസി വര്യൻ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ ചർച്ച ചെയ്യുമ്പോൾ ഇവരെ എല്ലാം കൂടി ഉൾപ്പെടുത്തുകൂടെ വേണമെന്നുള്ളതാണ് അഭ്യർത്ഥന.